അപകടത്തിന് ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഗർഡർ തകർന്നതിന്റെ തൊട്ടു പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഒരാളുടെ മരണത്തിനിടയാക്കിയ ദുരന്തമാണ്. അത് വരുത്തിവെച്ച അപകടം തന്നെയാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത്. അതായത് ഇന്ന് പുലർച്ചെ 2:40 കൂടിയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള രാജേഷ് തന്റെ മിനി പിക്കപ്പ് വാനിലൂടെ ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന എരമല്ലൂർ ഭാഗത്ത് വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഗേഡർ വാഹനത്തിന് മുകളിലേക്ക് പതിച്ചു വീഴുന്നത്. ആ വാഹനത്തിന് തൊട്ട് വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. അത്രയധികം ഭയപ്പെടുന്ന ദൃശ്യങ്ങളാണിത്. രാജേഷിന്റെ മിനി പിക്കപ്പ് വാനിന് മുകളിലേക്ക് ആ ഗേഡർ പതിച്ചു വീണ് കിടക്കുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ മുൻപിലുണ്ടായിരുന്ന വാഹനങ്ങൾ തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത് പ്രത്യേകം പറയേണ്ടി വരും. നേരത്തെ CCTV ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ട ഘട്ടത്തിൽ പറഞ്ഞിരുന്നു അതിന് പിന്നിൽ ബസ് ഉണ്ടായിരുന്നു, മറ്റൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ കാറിലുണ്ടായിരുന്ന ആളുകളാകാം ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അത്രയധികം ഭയപ്പെടുന്ന ദൃശ്യങ്ങൾ. ഇത് കൃത്യമായിട്ടും കരാർ കമ്പനിയുടെ അനാസ്ഥ കൂടി തെളിയിക്കുന്ന ദൃശ്യങ്ങളായി ഇത് മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അരൂർ പോലീസ് കുറ്റകരമായിട്ടുള്ള നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. കരാർ കമ്പനിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ വലിയ പ്രതിഷേധങ്ങളാണ് ആദ്യഘട്ടം മുതൽ തന്നെ കാണുന്നത്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ യുവജന സംഘടനകളൊക്കെ തന്നെ നേതൃത്വത്തിൽ കരാർ കമ്പനിക്ക് അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്, നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും NHAI ഇതിൽ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിക്കെതിരെ കർശന നടപടിയെടുത്തേക്കും എന്നുള്ളതാണ് പ്രൊജക്ട് മാനേജറുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ കുരിയാടക്ക് തന്നെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ കരാർ കമ്പനിക്കെതിരെ ഡീബാർ ചെയ്യുമോ എന്നുള്ളത് പോലെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ശരി, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.